PSCയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും നടത്തുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് അതിലെ ഇംഗ്ലീഷ് പാർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളതാണ് ഇന്നത്തെ ലെസൺ. ഈ ക്ലാസ്സിൽ ആർട്ടിക്കിൾസ് എങ്ങനെ ഉപയോഗിക്കാം അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു വാക്കുകളാണ്. എ, എൻ, ദ, ഈ മൂന്നെണ്ണമാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ ഉണ്ടായിരിക്കണം. സിംഗുലാർ കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എണ്ണാൻ പറ്റാവുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുന്ന നൗൺസ് ആണ് കൗണ്ടബിൾ നൗൺസ്. ബുക്ക്, പെൻ, ട്രീ, ബോയ്, ഗേൾ, സ്റ്റുഡൻറ്, സ്കൂൾ ഇതെല്ലാം കൗണ്ടബിൾ നൗൺസ് ആണ്. ഈ കൗണ്ടബിൾ നൗൺസിന്റെ സിംഗുലർ ഫോം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് നിർബന്ധമായും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ ഉണ്ടായിരിക്കണം. ഡിറ്റർമിനർ എന്ന് പറയുമ്പോൾ അത് എനി ആവാം, ദിസ്, ദാറ്റ് അതുപോലത്തെ ഡെമോൺസ്ട്രേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈ, യുവർ അതുപോലുള്ള പൊസസീവ്സ് ആയിരിക്കാം. ഈ ഡെമോൺസ്ട്രേറ്റീവ്സോ പൊസസീവ്സോ ഒന്നും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായും അവിടെ എ, എൻ, ദ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. കൗണ്ടബിൾ നൗൺസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതിന് പ്ലൂരൽ ഫോംസ് കാണും. പ്ലൂരൽ നൗൺസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, സിംഗുലാർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഐ ഹാവ് അഡോപ്റ്റഡ് എ ക്യാറ്റ്. ക്യാറ്റ് ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗൺ ആണ്, അതിന് പ്ലൂരൽ ഫോം ഉണ്ട്, ക്യാറ്റ്സ്. നമ്മളിവിടെ ഉപയോഗിച്ചത് അതിന്റെ സിംഗുലർ ഫോം ആണ്. നമുക്കിവിടെ ഐ ഹാവ് അഡോപ്റ്റഡ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, എ ക്യാറ്റ് എന്ന് തന്നെ വേണം പറയാൻ. ക്യാറ്റ് സിംഗുലർ കൗണ്ടബിൾ ആയത് കാരണം നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ ഉപയോഗിക്കണം. നമുക്ക് എ ക്യാറ്റ് എന്ന് പറയാം, ദ ക്യാറ്റ് എന്ന് പറയാം, എനി ക്യാറ്റ് എന്ന് പറയാം, ദിസ് ക്യാറ്റ് എന്ന് പറയാം, മൈ ക്യാറ്റ് എന്ന് പറയാം, യുവർ ക്യാറ്റ് എന്ന് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് ഒരിക്കലും ക്യാറ്റ് എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഡിഡ് യു സീ ദ ഡോക്ടർ? ഡിഡ് യു സീ ഡോക്ടർ അല്ല, ദ ഡോക്ടർ. ഇവിടെ നമ്മൾ ദ ഉപയോഗിച്ചത് കേൾക്കുന്നയാളിനും പറയുന്നയാളിനും അറിയാവുന്ന ഒരു ഡോക്ടറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും പർട്ടിക്കുലർ ആയ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. മൂന്നാമത്തെ സെന്റൻസിൽ നമ്മൾ എ ഡോക്ടർ എന്നാണ് പറഞ്ഞത്. എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എനി ഡോക്ടർ എന്നാണ് അർത്ഥം. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡോക്ടർ എന്ന് നമ്മൾ പറയുന്നില്ല, നീ ഒരു ഡോക്ടറെ കാണണം, അതാണ് ആ സെന്റൻസിന് അർത്ഥം. ഏത് ഡോക്ടർ ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ച ദ ഡോക്ടർ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പറയുന്നയാളിനും കേൾക്കുന്നയാളിനും അറിയാവുന്ന ഒരു ഡോക്ടർ, അവർ പതിവായി കാണുന്ന ഡോക്ടർ ആയിരിക്കും. ഇങ്ങനെ പർട്ടിക്കുലറായി ആരെയെങ്കിലും കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. അങ്ങനെ പർട്ടിക്കുലറായി ആരെയും കുറിച്ച് പറയാതെ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ഉപയോഗിക്കും. ഒരു എന്ന അർത്ഥത്തിൽ എ ഉപയോഗിക്കുക. എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എനി ഡോക്ടർ, ഏത് ഡോക്ടർ ആയാലും കുഴപ്പമില്ല. എ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൂച്ച, ഏത് പൂച്ചയാണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പ്ലൂറൽ നൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ നോർമലി ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. നോർമലി യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്, ആർട്ടിക്കിൾസ് ഉപയോഗിക്കുകയില്ല എന്നല്ല. ജനറലായി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലൂറൽ നൗൺസിന്റെ കൂടെയോ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയോ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് എണ്ണാൻ സാധിക്കാത്ത നൗൺസ്. മെറ്റീരിയൽസ്, റൈസ്, വീറ്റ്, മിൽക്ക്, വാട്ടർ ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, ഓണസ്റ്റി, ബ്യൂട്ടി ഇതും അൺകൗണ്ടബിൾ ആണ്. ഇങ്ങനെ എണ്ണാൻ സാധിക്കാത്ത വസ്തുക്കളെല്ലാം ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ പൊതുവെ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ പ്ലൂറൽ നൗൺസിന്റെ കൂടെയും നമ്മൾ പൊതുവെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. ഐ ലവ് ക്യാറ്റ്സ്. ക്യാറ്റ്സ് പ്ലൂറൽ നൗൺ ആണ്, നമ്മൾ അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തില്ല. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് പൊതുവെ പൂച്ചകളെ ഇഷ്ടമാണ്, അതാണ് അതിനർത്ഥം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൂച്ചയെ ഇഷ്ടമാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. ഐ ലവ് ക്യാറ്റ്സ്. ഐ ഫീഡ് സെവറൽ ക്യാറ്റ്സ്. ഞാൻ ഒരുപാട് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇവിടെയും നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല, കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൂച്ചയെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഹാവ് യു ഫെഡ് ദ ക്യാറ്റ്സ്? രണ്ടാമത്തെ സെന്റൻസിലെ ക്യാറ്റ്സ് പ്ലൂറൽ നൗൺ ആയിട്ടും നമ്മൾ അതിൻ്റെ കൂടെ ദ ഉപയോഗിച്ചു. കാരണം നമ്മളിവിടെ പറയുന്നത് ചില പ്രത്യേക പൂച്ചകളെ കുറിച്ചാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പൂച്ചകളെ കുറിച്ചാണ് ഈ സെന്റൻസ്. ഹാവ് യു ഫെഡ് ദ ക്യാറ്റ്സ്? നീ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുത്തോ? കേൾക്കുന്നയാളിന് ഇവിടെ അറിയാം ഏത് പൂച്ചയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ, അതായത് പർട്ടിക്കുലറായി എന്തെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ ജീവിയെ കുറിച്ചോ പറയുന്ന സമയത്ത് പ്ലൂറൽ നൗൺസിന്റെ കൂടെയും നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഐ ടുക്ക് ദ ചിൽഡ്രൻ ടു ദ പാർക്ക്. ഞാൻ കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോയി.
ഇവിടെ പർട്ടിക്കുലർ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കൊണ്ടുപോയത് എൻ്റെ കുട്ടികളാണ്. എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി എന്ന് പറയുന്നില്ല. ഐ ടുക്ക് ദ ചിൽഡ്രൻ ടു ദ പാർക്ക്. ടു ദ പാർക്ക് എന്ന് പറയുമ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു പാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് പാർക്കായിരിക്കും? നമ്മുടെ പരിസരത്തുള്ള ഒരു പാർക്കാണ്. ഒരു പർട്ടിക്കുലർ പാർക്ക് ആയത് കാരണമാണ് നമ്മളിവിടെ ദ പാർക്ക് എന്ന് പറയുന്നത്. പാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടികളെ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയി എന്നാണ് അർത്ഥം. അത് ഏത് പാർക്കാണ് എന്ന് വ്യക്തമല്ല. ചിൽഡ്രൻ യൂഷ്വലി റഷ് അബൌട്ട്. ഫോർത്ത് സെന്റൻസിൽ ചിൽഡ്രൻ എന്ന പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിച്ചില്ല. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. റഷ് അബൌട്ട് എന്ന് പറയുമ്പോൾ ഓടിച്ചാടി ബഹളം വെച്ച് അങ്ങനെ നടക്കുക, അതാണ് അതിനർത്ഥം. കുട്ടികളുടെ സ്വഭാവമാണത്. ജനറലായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം നമ്മളിവിടെ ചിൽഡ്രൻ എന്ന നൗണിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്തില്ല. അപ്പൊ ഇതെല്ലാമാണ് ബേസിക് റൂൾസ്. ഇതെല്ലാമാണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ വേണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ. മൈ, ദിസ്, യുവർ അതുപോലത്തെ വാക്ക് എന്തെങ്കിലും വേണം. പ്ലൂറൽ നൗൺസിന്റെയും അൺകൗണ്ടബിൾ നൗൺസിന്റെയും കൂടെ നമ്മൾ ജനറലി ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ പർട്ടിക്കുലറായി ആരെയെങ്കിലും കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഈ നൗൺസിന്റെ കൂടെയും ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഒരാളെ കുറിച്ച് ആദ്യമായി സംസാരിക്കുന്ന സമയത്ത് എയും ഏനും ഉപയോഗിക്കുക. പിന്നീട് അവരെ കുറിച്ച് പറയുമ്പോൾ, അതായത് നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയും ഏനും ഉപയോഗിക്കുക. പിന്നീട് അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ഉപയോഗിക്കുക. ഈ എക്സാമ്പിൾ നോക്കൂ. മൈ ബ്രദർ ഹാസ് 2 ചിൽഡ്രൻ. എൻ്റെ ബ്രദറിന് 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എ ബോയ് ആൻഡ് എ ഗേൾ. ദ ബോയ് ആൻഡ് ദ ഗേൾ എന്നല്ല നമ്മൾ പറയുന്നത്, എ ബോയ് ആൻഡ് എ ഗേൾ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. നമ്മൾ ആദ്യമായിട്ടാണ് ആ കുട്ടികളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എ ആണ് ഉപയോഗിച്ചത്. ദ ബോയ് ഈസ് 6. രണ്ടാമത് ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോഴോ, അപ്പൊ നമ്മൾ എ ബോയ് ഈസ് 6 എന്നല്ല പറയുന്നത്, ദ ബോയ് ഈസ് 6. ഇതൊരു പർട്ടിക്കുലർ കുട്ടിയാണ്, എൻ്റെ ബ്രദറിന്റെ കുട്ടി. ഞാൻ ആദ്യത്തെ സെന്റൻസിൽ മെൻഷൻ ചെയ്ത ആ കുട്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ദ ബോയ് എന്നാണ്. ആദ്യം ഒരാളെ കുറിച്ച് പറയുമ്പോൾ എ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏൻ ഉപയോഗിക്കുക. വവൽ സൗണ്ട്സിന്റെ കൂടെ നമ്മൾ ഏൻ ഉപയോഗിക്കും, കൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ നമ്മൾ എ ഉപയോഗിക്കും. പിന്നീട് അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ഉപയോഗിക്കുക. ദ ബോയ് ഈസ് 6. ആൺകുട്ടിക്ക് 6 വയസ്സുണ്ട്. ആൻഡ് ദ ഗേൾ ഈസ് 3. പെൺകുട്ടിക്ക് 3 വയസ്സുണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ദ ബോയ് ദ ഗേൾ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസിൽ എ ബോയ് എ ഗേൾ എന്നാണ് പറഞ്ഞത്. ആദ്യമായി പറയുമ്പോൾ എ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏൻ ഉപയോഗിക്കുക. എയും ഏനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ആരെയെങ്കിലും കുറിച്ച് പ്രത്യേകമായി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് അല്ല ഇത്. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അതായത് പർട്ടിക്കുലറായി ആരെയെങ്കിലും കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ദ ഉപയോഗിക്കുന്നത്. ആദ്യം പറയുമ്പോൾ എയും ഏനും ഉപയോഗിക്കുക, പിന്നീട് അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ഉപയോഗിക്കുക. ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ബോത്ത് മൈ ചിൽഡ്രൻ ആർ അറ്റ് സ്കൂൾ. ചില നൗൺസിന്റെ കൂടെ സ്കൂൾ, യൂണിവേഴ്സിറ്റി, പ്രിസൺ, ഹോസ്പിറ്റൽ, ചർച്ച് ഇതുപോലുള്ള നൗൺസിന്റെ കൂടെ നമ്മൾ സിംഗുലർ നൗൺസ് ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ, അവര് സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോകുന്നത് അവിടുത്തെ കെട്ടിടങ്ങൾ കാണുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അവിടുത്തെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, പാഠ്യപദ്ധതികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സ്കൂൾ എന്ന് മാത്രമേ പറയൂ, ദ സ്കൂൾ എന്ന് പറയില്ല. ബോത്ത് മൈ ചിൽഡ്രൻ ആർ അറ്റ് സ്കൂൾ. എൻ്റെ 2 കുട്ടികളും സ്കൂളിലാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരാണ്. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. കുട്ടികൾ സ്കൂളിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ദേ ആർ അറ്റ് സ്കൂൾ എന്നാണ് പറയുക, അറ്റ് ദ സ്കൂൾ എന്ന് പറയരുത്. കാരണം കുട്ടിയെ സംബന്ധിച്ച് ആ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് അവിടെ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സെറ്റപ്പാണത്. അവിടെ നടക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കുട്ടിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹീസ് അറ്റ് സ്കൂൾ എന്നാണ് പറയേണ്ടത്, ഹീസ് അറ്റ് ദ സ്കൂൾ എന്നല്ല. പക്ഷെ ആ കുട്ടിയുടെ ടീച്ചറെ കാണാനോ, അല്ലെങ്കിൽ ആ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനോ വേണ്ടി നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്കൂൾ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദ സ്കൂളാണ്. ഐ വെന്റ് ടു ദ സ്കൂൾ ടു പിക്ക് ദം അപ്പ്. അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ സ്കൂളിലേക്ക് പോയി. ഐ വെന്റ് ടു സ്കൂൾ അല്ല, ഐ വെന്റ് ടു ദ സ്കൂൾ. കുട്ടി സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു സ്കൂൾ എന്നാണ് പറയുക. പക്ഷെ ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി അമ്മ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ എന്നാണ് പറയുക. ഇത് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ മറ്റ് നൗൺസ് ആണ് ഹോസ്പിറ്റൽ, പ്രിസൺ, ജയിൽ, ചർച്ച് ഇതെല്ലാം. ഗ്രാൻഡ് മദർ ഹാസ് കിഡ്നി ട്രബിൾ. അമ്മമ്മയ്ക്ക് കിഡ്നിക്ക് പ്രശ്നമുണ്ട്. ഷീ ഈസ് ഇൻ ഹോസ്പിറ്റൽ. അമ്മമ്മ ഹോസ്പിറ്റലിലാണ്. അമ്മമ്മ അവിടെ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലാണ്. അമ്മമ്മ കെട്ടിടത്തിനകത്താണ് എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് നമ്മൾ എന്താ പറയുന്നത്, അമ്മമ്മ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുകയാണ്. അതായത് അമ്മമ്മയ്ക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അമ്മമ്മ ഹോസ്പിറ്റലിൽ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാ ഷീ ഈസ് ഇൻ ഹോസ്പിറ്റൽ എന്നാണ്. ഐ എം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ രോഗിയായി ഹോസ്പിറ്റലിലാണ് എന്നാണ് അർത്ഥം.
ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ ഹർ. പക്ഷെ ഹോസ്പിറ്റലിലെ ചികിത്സ തേടി കിടക്കുന്ന ഒരാളെ കാണുന്നതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറയാ ദ ഹോസ്പിറ്റൽ എന്ന് തന്നെയാണ്. അമ്മമ്മയെ കാണാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ ഹർ. അമ്മമ്മയെ കാണുന്നതിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. കാത്തലിക്സ് ആർ സപ്പോസ് ടു ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്. കാത്തലിക്സ് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി അവിടെ നടക്കുന്ന പ്രാർത്ഥനാ കാര്യങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് പൊതുവേ ഉള്ളൊരു നിയമം. കാത്തലിക്സ് ആർ സപ്പോസ് ടു ഗോ ടു ചർച്ച്. ഇവിടെ ദ ചർച്ച് എന്ന് പറയുന്നില്ല, ചർച്ച്. അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനാണ് അവർ ചർച്ചിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ചർച്ച് ഒരു കെട്ടിടമല്ല, മറിച്ച് അത് പ്രാർത്ഥിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പൊ നമ്മൾ ചർച്ച് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഐ വെന്റ് ടു ദ ചർച്ച് ടു മീറ്റ് ദ പ്രീസ്റ്റ്. പ്രീസ്റ്റിനെ കാണുന്നതിന് വേണ്ടി ഞാൻ ചർച്ചിലേക്ക് പോയി. ഞാൻ പ്രാർത്ഥിക്കാനല്ല പോയത്, പ്രീസ്റ്റിനെ കാണാനാണ്. എനിക്ക് ചർച്ച് ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ ദ ചർച്ച് എന്ന് പറഞ്ഞു. വി വാക്ക്ഡ് അറൌണ്ട് ദ ചർച്ച്. ഇവിടെയും നമ്മൾ സംസാരിക്കുന്ന കെട്ടിടത്തിനെ കുറിച്ചാണ്. പള്ളിക്ക് ചുറ്റും ഞങ്ങൾ നടന്നു. ഇങ്ങനെ കെട്ടിടങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അതായത് അതിനെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ദ സ്കൂൾ, ദ ഹോസ്പിറ്റൽ, ദ ചർച്ച്, ദ യൂണിവേഴ്സിറ്റി, അതെല്ലാമാണ്. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്നത് സ്കൂൾ, ചർച്ച്, കോളേജ്, യൂണിവേഴ്സിറ്റി, അതാണ്. സിംഗുലർ നൗൺ ആണെങ്കിൽ പോലും അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഹി വാസ് സെന്റ് ടു പ്രിസൺ ഫോർ സ്റ്റീലിംഗ്. മോഷ്ടിച്ചതിന് അയാളെ ജയിലിലേക്ക് അയച്ചു. അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അയാൾ അവിടെ കുറ്റവാളിയായിട്ടാണ്. അങ്ങനെ കുറ്റവാളിയായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഹി ഈസ് ഇൻ ജയിൽ എന്നാണ്, അല്ലെങ്കിൽ ഹി ഈസ് ഇൻ പ്രിസൺ എന്നാണ്. ആ കുറ്റവാളിയെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോഴോ അപ്പൊ പറയാ ഐ വെന്റ് ടു ദ പ്രിസൺ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് പ്രിസൺ അവിടെ മീറ്റിംഗ് പ്ലേസ് ആണ്. പക്ഷെ ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് മീറ്റിംഗ് പ്ലേസ് അല്ല, അയാൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ്. ഹി വാസ് സെന്റ് ടു പ്രിസൺ ഫോർ സ്റ്റീലിംഗ്. ദ ലോയർ വെന്റ് ടു ദ പ്രിസൺ ടു മീറ്റ് ദ കൺവിക്ട്. കൺവിക്ട് എന്ന് പറയുമ്പോൾ ശിക്ഷിക്കപ്പെട്ട വ്യക്തി, കുറ്റം തെളിയിക്കപ്പെട്ട വ്യക്തി. അയാളെ കാണുന്നതിന് വേണ്ടി ലോയർ പ്രിസണിലേക്ക് പോയി. അപ്പൊ ലോയർ പോയി എന്ന് പറയുമ്പോൾ ദ പ്രിസൺ ആണ്. അയാള് പ്രിസണിലാന്ന് പറയുമ്പോൾ പ്രിസൺ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഐ സ്പെൻഡ് ദ ഹോൾ ഡേ ഇൻ ബെഡ്. നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് വേണ്ടി കിടക്കയിൽ കിടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഐ ആം ഇൻ ബെഡ് എന്നാണ് പറയുക. അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ആ ബെഡിനെ നമ്മളൊരു ഫേർണിച്ചറായി മാത്രമാണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾ ദ ബെഡ് എന്ന് പറയും. ദർ ആർ സം ബുക്സ് ഓൺ ദ ബെഡ്. ആ പുസ്തകങ്ങളെ സംബന്ധിച്ച് കിടക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമല്ല, ആ പുസ്തകങ്ങൾക്ക് അത് ജസ്റ്റ് ഒരു പ്ലേസ് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ദ ബെഡ്. നമ്മൾ കിടക്കയിൽ തന്നെ കിടന്നു എന്ന് പറയുമ്പോൾ ഇൻ ബെഡ്. ഇൻ ദ ബെഡ് അല്ല, ഇൻ ബെഡ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഓർത്തിരിക്കുക, ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. ഹി ഈസ് സ്റ്റഡിയിങ് എഞ്ചിനീയറിംഗ് അറ്റ് യൂണിവേഴ്സിറ്റി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ് യൂണിവേഴ്സിറ്റി എന്നേ പറയുന്നുള്ളൂ. ഐ വെന്റ് ടു ദ യൂണിവേഴ്സിറ്റി ടു മീറ്റ് ദ പ്രൊഫസർ. പ്രൊഫസറെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയത്. അപ്പൊ നമ്മൾ ദ യൂണിവേഴ്സിറ്റി എന്നാണ് അവിടെ പറഞ്ഞത്. മൈ സൺ ഈസ് സ്റ്റാർട്ടിങ് സ്കൂൾ നെക്സ്റ്റ് വീക്ക്. ഈ സ്റ്റാർട്ടിങ് ദ സ്കൂൾ അല്ല, എൻ്റെ കുട്ടി മകൻ അടുത്തയാഴ്ച സ്കൂളിൽ ചേരുകയാണ്, പഠിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടിങ് സ്കൂൾ എന്നാണ് പറയാം. ഈ സ്റ്റാർട്ടിങ് സ്കൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈസ് എൻറ്ററിങ് സ്കൂൾ എന്ന് പറയാം. മൈ ഡോട്ടർ എൻറ്റേർഡ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം എൻ്റെ മകള് കോളേജിൽ ചേർന്നു, യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ബോത്ത് ചിൽഡ്രൻ ലൈക്ക് മ്യൂസിക്. ബോത്തിനും ഒരു പ്ലൂറൽ നൗണിനും ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ദ ഉപയോഗിക്കാം, അത് നിർബന്ധമില്ല. ബോത്ത് ചിൽഡ്രൻ ലൈക്ക് മ്യൂസിക്. രണ്ട് കുട്ടികൾക്കും പാട്ട് ഇഷ്ടമാണ്. ബോത്ത് ദ ചിൽഡ്രൻ എന്നും പറയാം. ബോത്ത് ആൻസേഴ്സ് ആർ കറക്റ്റ്. രണ്ട് ഉത്തരവും ശരിയാണ്. ബോത്ത് ദ ആൻസേഴ്സ് ആർ കറക്റ്റ് എന്നും പറയാം. ബോത്തിന് ശേഷം എല്ലായ്പ്പോഴും പ്ലൂറൽ നൗണാണ് വരാം. അതിനും ഇടയിൽ ദ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. എയും ഏനും അവിടെ എന്തായാലും ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ദ ഉപയോഗിക്കാം. ബോത്ത് ചിൽഡ്രൻ എന്ന് പറയാം, ബോത്ത് ദ ചിൽഡ്രൻ എന്ന് പറയാം. ബോത്ത് ആൻസേഴ്സ് എന്ന് പറയാം, ബോത്ത് ദ ആൻസേഴ്സ് എന്ന് പറയാം. ഓൾ ദ ത്രീ ബ്രദേഴ്സ് വേർ അറസ്റ്റഡ്. ഓളിനും ഒരു നമ്പറിനും ഇടയിൽ ദ നമുക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓൾ ത്രീ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഓൾ ദ ത്രീ ബ്രദേഴ്സ് എന്നും നമുക്ക് പറയാം. ഓൾ, ബോത്ത്, ഇത് രണ്ടും ഡിറ്റർമിനേഴ്സ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾസിന്റെ കാര്യത്തിലുള്ള ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ എക്സ്പ്രഷൻസിൽ, ഓൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസിൽ ഓൾ ഡേ, ഓൾ നൈറ്റ്, ഓൾ വീക്ക്, ഓൾ ഇയർ, ഓൾ വിന്റർ, ഓൾ സമ്മർ, ഇതിലൊന്നും ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഓൾ ദ ഡേ അല്ല, ഓൾ ഡേ. ഓൾ നൈറ്റ്, ഓൾ ദ നൈറ്റ് അല്ല, ഓൾ നൈറ്റ്. പക്ഷെ നമ്മൾ പറയാ ദ ഹോൾ നൈറ്റ് എന്നാണ്, ദ ഹോൾ ഡേ എന്നാണ്. ഹോളിന് മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കും. ഷി വാസ് ഹിയർ ഓൾ ഡേ യെസ്റ്റർഡേ. അവൾ ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഷി വാസ് ഹിയർ ഓൾ ഡേ യെസ്റ്റർഡേ. ഓൾ ദ ഡേ അല്ല, ഓൾ ഡേ. ഐ വാസ് അപ്പ് ഓൾ നൈറ്റ്. ഞാൻ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. ഐ വാസ് അപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങിയില്ല, ഉണർന്നിരിക്കുകയായിരുന്നു. ഐ വാസ് അപ്പ് ഓൾ നൈറ്റ്. ഓൾ ദ നൈറ്റ് അല്ല. ദിവസങ്ങളുടെ മുന്നിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതിൻ്റെ ഒന്നും മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല.
അതുപോലെ തന്നെ മാസങ്ങളുടെ മുന്നിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒന്നും ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. സി യു ഓൺ മൺഡേ, സി യു ഓൺ ദ മൺഡേ അല്ല, സി യു ഓൺ എ മൺഡേ അല്ല, സി യു ഓൺ മൺഡേ. പക്ഷെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൺഡേയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കും. വി മെറ്റ് ഓൺ എ കോൾഡ് ഫ്രൈഡേ ഇൻ ജാനുവരി. ജനുവരിയിൽ ഒരു തണുത്ത വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഓൺ എ കോൾഡ് ഫ്രൈഡേ. വി മെറ്റ് ഓൺ കോൾഡ് ഫ്രൈഡേ അല്ല, ഓൺ എ കോൾഡ് ഫ്രൈഡേ ഇൻ ജാനുവരി. പ്രത്യേകിച്ച് ഒരു ഫ്രൈഡേയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡേയ്സിന്റെ കൂടെയും ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ഷീ ഡൈഡ് ഓൺ ദ ട്യൂസ്ഡേ ആഫ്റ്റർ ദ ആക്സിഡന്റ്. ഏതെങ്കിലും ഒരു ട്യൂസ്ഡേ അല്ല, ആക്സിഡന്റ് നടന്നതിന് ശേഷം വന്ന ട്യൂസ്ഡേ, അന്നാണ് അവൾ മരിച്ചത്. ഓൺ ട്യൂസ്ഡേ അല്ല, ഓൺ ദ ട്യൂസ്ഡേ. നമ്മളിവിടെ പറയുന്ന ഒരു പർട്ടിക്കുലർ ട്യൂസ്ഡേയെ കുറിച്ചാണ്, ആക്സിഡന്റിന് ശേഷമുള്ള ട്യൂസ്ഡേ. ദേ ഗോട്ട് മാരീഡ് ഇൻ ജാനുവരി. അവര് ജനുവരിയിൽ വിവാഹിതരായി. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല, ജനുവരി എന്ന് മാത്രമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനുവരി എന്നൊരു മീനിങ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ദേ ഗോട്ട് മാരീഡ് ഇൻ ജാനുവരി എന്ന് മാത്രം പറയാം. ഡിഡ് യു വാച്ച് ദ ടെന്നീസ് മാച്ച് ഓൺ ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്? ടെലിവിഷന്റെ കൂടെ നമ്മൾ അതിൽ നടക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. പക്ഷെ ആ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ആ ഡിവൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ടെലിവിഷൻ സെറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഡിഡ് യു വാച്ച് ദ ടെന്നീസ് മാച്ച് ഓൺ ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്? ദ ടെന്നീസ് മാച്ച് എന്നാ പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെന്നീസ് മാച്ചിനെ കുറിച്ചാണ്. ഇന്നലെ രാത്രി ടി വിയിൽ ഉണ്ടായിരുന്ന ടെന്നീസ് മാച്ചിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ദ ടെന്നീസ് മാച്ച് എന്നാ പറഞ്ഞത്. ഗെറ്റ് ദാറ്റ് കാറ്റ് ഓഫ് ദ ടി വി. ടി വിയിൽ നിന്ന് ആ പൂച്ചയെ എടുത്തു മാറ്റുക. ഇപ്പൊ നമ്മൾ പറയുന്നത് ടി വി ഒരുപക്ഷെ ഓൺ ആയിരിക്കുകയോ കൂടി ആയിരിക്കില്ല, ആ ടി വിയുടെ മുകളിൽ ഒരു പൂച്ച ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അവിടെ ടി വിയിലെ പ്രോഗ്രാംസിനെ കുറിച്ചല്ല, മറിച്ച് ടി വി എന്ന് പറയുന്ന ആ ഉപകരണത്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ദ ടി വി എന്നാണ് പറഞ്ഞത്. ടി വി എന്ന് മാത്രമല്ല, ദ ടി വി അല്ലെങ്കിൽ ദ ടെലിവിഷൻ. ആർ യു ലിസണിങ് ടു ദ റേഡിയോ? റേഡിയോയുടെ കൂടെ എല്ലായ്പ്പോഴും ആർട്ടിക്കിൾ ഉണ്ട്. ആർ യു ലിസണിങ് ടു ദ റേഡിയോ? ആർ യു ലിസണിങ് ടു റേഡിയോ അല്ല. അതുപോലെ തന്നെ നമ്മൾ ദ ഇന്റർനെറ്റ് എന്നാണ് പറയാം. ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ് ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. നമ്പേഴ്സിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ സ്ത്രീ ആരാണ്? ആദ്യത്തെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ദ ഫസ്റ്റ് എന്നാണ് പറയാം. ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ, ഹു ഈസ് ദ ലാസ്റ്റ് വുമൺ, ഹു ഈസ് ദ സെക്കൻഡ് വുമൺ, അങ്ങനെയെല്ലാമാണ് പറയുന്നത്. ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ ഇതാ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മീൽസിന്റെ പേരിന്റെ കൂടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ അതിൻ്റെ ഒന്നും കൂടെ നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഐ ഹാവ് ലഞ്ച് അറ്റ് 1:30. ഞാൻ 1:30 ലഞ്ച് കഴിക്കും. ഐ ഹാവ് എ ലഞ്ച് എന്നോ ദ ലഞ്ച് എന്നോ പറയരുത്. മൈ നെയ്ബേഴ്സ് ഹാവ് ഇൻവൈറ്റഡ് മീ ടു ഡിന്നർ. ഡിന്നർ കഴിക്കാൻ എൻ്റെ നെയ്ബേഴ്സ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ടു ദ ഡിന്നർ അല്ല, ടു ഡിന്നർ. വാട്ട് ടൈം ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? എത്ര മണിക്കാണ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? ദ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ എല്ലായ്പ്പോഴും ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ദ വയലിൻ ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദ പിയാനോ. പിയാനോ പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വയലിൻ പഠിക്കാൻ. ദ വയലിൻ, ദ പിയാനോ, ദ ഫ്ലൂട്ട്, ദ ഗിറ്റാർ, ദ ഹാർമോണിയം, അങ്ങനെ വേണം പറയാൻ. ഫിസിക്കൽ എൻവയോൺമെന്റിലുള്ള യുണീക്കായ വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ലോങ് റിവേഴ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, മരുഭൂമികളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, സമുദ്രങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി എല്ലാം നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ദ ഹിമാലയാസ്, ദ പസഫിക്, ദ ഗംഗ, ദ യമുന, ദ നൈൽ, ദ ആമസോൺ, അങ്ങനെയാണ് പറയുന്നത്. ദ ഹിമാലയാസ് ആർ ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളാണ് ഹിമാലയാസ്. ദ ഹിമാലയാസ് എന്ന് പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർവ്വതത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ദ ഉപയോഗിക്കുന്നില്ല. നമ്മൾ മൗണ്ട് എവറസ്റ്റ് എന്നാണ് പറയുക. അതുപോലെ മൗണ്ട് കിളിമഞ്ചാരോ എന്നാണ് പറയാ. ദ മൗണ്ട് എവറസ്റ്റ് എന്നോ ദ മൗണ്ട് കിളിമഞ്ചാരോ എന്നോ പറയാറില്ല. ഒരു പർട്ടിക്കുലർ പർവ്വതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ ഇല്ല. പക്ഷെ പർവ്വത നിരകളെ കുറിച്ച് പറയുമ്പോൾ, നദികളെ കുറിച്ച് പറയുമ്പോൾ, സമുദ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ, തടാകങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആർട്ടിക്കിൾസ് ഉണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ടെന്നീസ് അതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾ ഇല്ല. ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ക്രിക്കറ്റ്. എനിക്ക് ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമില്ല. വാച്ചിങ് ദ ക്രിക്കറ്റ് അല്ല, ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ക്രിക്കറ്റ്. ഫുട്ബോൾ ഈസ് ദ മോസ്റ്റ് വാച്ച്ഡ് സ്പോർട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേര് കാണുന്ന സ്പോർട്സ് ഫുട്ബോൾ ആണ്. ഫുട്ബോൾ ഈസ് ദ മോസ്റ്റ് വാച്ച്ഡ് സ്പോർട്ട് ഇൻ ദ വേൾഡ്. ദ ഫുട്ബോൾ അല്ല, ഫുട്ബോൾ. ഭാഷകളുടെ പേരിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഹിന്ദി ഈസ് സ്പോക്കൺ ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയുടെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും ഹിന്ദി സംസാരിക്കപ്പെടുന്നു. ഹിന്ദി ഭാഷയാണ്, അതിന്റെ കൂടെ നമ്മൾ ദ ഹിന്ദി എന്ന് പറയുന്നില്ല. അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ രാജ്യങ്ങളുടെ പേരിന്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യ, ദ ഇന്ത്യ അല്ല, ഇന്ത്യ. ശ്രീലങ്ക, ദ ശ്രീലങ്ക അല്ല. പക്ഷെ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്.
നമ്മൾ ദ USA എന്നാണ് പറയുന്നത്, ദ UAE, ദ UK, അതേപോലെ തന്നെ ദ നെതർലാൻഡ്സ്. ഇങ്ങനെ 3-4 രാജ്യങ്ങളെ അങ്ങനെ ദ ഉപയോഗിക്കുന്നതുള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ദ USA, ദ UK, ദ UAE, ദ നെതർലാൻഡ്സ്. അതുപോലെ തന്നെ സംഘടനകളുടെ പേരിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ദ റെഡ് ക്രോസ്, ദ യുണൈറ്റഡ് നേഷൻസ്, അങ്ങനെയാണ് പറയുന്നത്. സബ്ജക്ട്സിന്റെ കൂടെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഇതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾ ഇല്ല. ഷീ ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഷീ ഈസ് ഗുഡ് അറ്റ് ദ ഫിസിക്സ് അല്ല. മോസ്റ്റ് ചിൽഡ്രൻ ഹേറ്റ് മാത്തമാറ്റിക്സ്, ഒരുവിധം കുട്ടികൾക്കൊക്കെ മാത്സ് ഇഷ്ടമല്ല. ഹേറ്റ് ദ മാത്തമാറ്റിക്സ് അല്ല, ഹേറ്റ് മാത്തമാറ്റിക്സ്. പിന്നെ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിലെ യുണീക്ക് ആയിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. സൺ, മൂൺ, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ഇതെല്ലാം യുണീക്കായ വസ്തുക്കളാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ്, പോലീസ്, ആർമി, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യനും നമ്മുടെ അറിവിൽ ഒന്നേ ഉള്ളൂ, ഒന്നല്ല ഉള്ളൂ, നമുക്കറിയാവുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സൂര്യൻ യുണീക്കാണ്. അപ്പൊ നമ്മൾ ദ സൺ എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ഒരു കിഴക്കേ ഉള്ളൂ, അപ്പൊ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഐ ഹാവിൻ സീൻ ദ മൂൺ ഫോർ ഡേയ്സ്. ഞാൻ ദിവസങ്ങളായി ചന്ദ്രനെ കണ്ടിട്ടില്ല. ദ മൂൺ. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. ജീവനെ നിലനിർത്തുന്ന ഒരേ ഒരു പ്ലാനറ്റ് എർത്താണ്. ദ എർത്ത്, ദ പ്ലാനറ്റ്. ദ ഗവൺമെന്റ് ഷുഡ് ഡു സംതിങ് ടു ഹെൽപ്പ് ദ പുവർ. പാവങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണം. ദ ഗവൺമെന്റ്. ഇവിടെ ദ പുവർ എന്ന എക്സ്പ്രഷൻ കൂടി ശ്രദ്ധിക്കുക. ദ പുവർ എന്ന് പറയുമ്പോൾ ഓൾ പുവർ പീപ്പിൾ എന്നാണ് അർത്ഥം. പുവർ അജക്റ്റീവ് ആണ്. ദ റിച്ച് എന്ന് പറയുമ്പോൾ ഓൾ റിച്ച് പീപ്പിൾ. ഇങ്ങനെ അജക്റ്റീവ്സിന്റെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കുമ്പോൾ അവരെ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ അന്ധരും. ദ ഡഫ് എന്ന് പറയുമ്പോൾ എല്ലാ ബധിരരും. ദ ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ അംഗപരിമിതിയുള്ള എല്ലാവരും. ഈ അജക്റ്റീവ്സിന്റെ കൂടെ ദ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ ഒരു അർത്ഥം വരുന്നുള്ളൂ. ദ ഗവൺമെന്റ് ഷുഡ് ഹെൽപ്പ് പുവർ എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ദ ഗവൺമെന്റ് ഷുഡ് ഹെൽപ്പ് പുവർ പീപ്പിൾ എന്ന് തന്നെ വേണം പറയാം. ദ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ പീപ്പിൾ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദ പുവർ എന്ന് പറയുമ്പോൾ തന്നെ ഓൾ പുവർ പീപ്പിൾ എന്നാണ് അർത്ഥം. ദ അവിടെ ഇല്ലെങ്കിൽ പുവർ പീപ്പിൾ എന്ന് പറയണം. ദ അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ തൊഴിൽ രഹിതരായ എല്ലാവരും. ദ പോലീസ് ഹാവ് കോട്ട് ദ തീഫ്. പോലീസിന്റെ കൂടെ എല്ലായ്പ്പോഴും ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറലാണ്. ദ പോലീസ് ഹാവ് കോട്ട് ദ തീഫ്. ദ തീഫ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ തീഫിനെ കുറിച്ചാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്ന കള്ളനെ കുറിച്ചാണ് പറയുന്നത്. ദ പോലീസ് ഹാവ് കോട്ട് ദ തീഫ്. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിന്റെ കൂടെ നിർബന്ധമായും ദ ഉപയോഗിക്കണം. ഐ എം ദ യങ്ങസ്റ്റ് ഇൻ മൈ ഫാമിലി. എന്റെ കുടുംബത്തില് ഏറ്റവും പ്രായം കുറവുള്ള ആൾ ഞാനാണ്. ഐ എം യങ്ങസ്റ്റ് അല്ല, യങ്ങസ്റ്റ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ദ യങ്ങസ്റ്റ് തന്നെ പറയണം. ഹു ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി? ഷീ ഈസ് ദ റിച്ചസ്റ്റ് വുമൺ ഇൻ ദ സിറ്റി. ആ നഗരത്തിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ അവരാണ്. ദ റിച്ചസ്റ്റ്. ദ യങ്ങസ്റ്റ്, ദ ഓൾഡസ്റ്റ്, ദ ടോളസ്റ്റ്, ദ പുവറസ്റ്റ്, ഇതെല്ലാം സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അതിന്റെ കൂടെ നമ്മൾ എന്തായാലും ദ ഉപയോഗിക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, നെക്സ്റ്റ്, ലാസ്റ്റ്, സെയിം, ഓൺലി, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ദ ഉപയോഗിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം യു ആർ ഹിയർ? ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇവിടെ വരുന്നത്? ദ ഫസ്റ്റ് ടൈം. ഐ എം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. വി വെന്റ് ടു ദ സെയിം സ്കൂൾ. ഒരേ സ്കൂളിലേക്കാണ് ഞങ്ങൾ പോയത്. ദ സെയിം സ്കൂൾ. സെയിം എന്നതിന്റെ കൂടെ എല്ലായ്പ്പോഴും ദ ഉപയോഗിക്കണം. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ ലാസ്റ്റ്, ദ സെയിം, ദ ഓൺലി, അതിന്റെ എല്ലാം കൂടെ ദ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞയാഴ്ച, അടുത്തയാഴ്ച എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക്, അതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. അതും ശ്രദ്ധിക്കണം. അതൊരു എക്സെപ്ഷൻ ആണ്. ഐ സോ ഹിം യെസ്റ്റർഡേ, അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ല. ദ യെസ്റ്റർഡേ അല്ല, ഐ സോ ഹിം യെസ്റ്റർഡേ, ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഐ വെന്റ് ദർ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞയാഴ്ച ഞാൻ അവിടെ പോയി. ലാസ്റ്റ് വീക്കിന്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ല. ഐ വെന്റ് ദർ ദ ലാസ്റ്റ് വീക്ക് അല്ല, ഐ വെന്റ് ദർ ലാസ്റ്റ് വീക്ക്. ലെറ്റ്സ് മീറ്റ് ടുമോറോ. ലെറ്റ്സ് മീറ്റ് ദ ടുമോറോ അല്ല, ലെറ്റ്സ് മീറ്റ് ടുമോറോ. അതുപോലെ തന്നെ പ്രിപ്പോസിഷനും നമ്മൾ ഇവരുടെ കൂടെ ഉപയോഗിക്കുന്നില്ല. ഐ സോ ഹിം ഇൻ എസ്റ്റർഡേ എന്നോ ഓൺ എസ്റ്റർഡേ എന്നൊന്നും പറയുന്നില്ല. ഐ സോ ഹിം എസ്റ്റർഡേ. ലെറ്റ്സ് മീറ്റ് ടുമോറോ. ലെറ്റ്സ് മീറ്റ് ഓൺ ടുമോറോ അല്ല, ലെറ്റ്സ് മീറ്റ് ടുമോറോ. ഐ ഹാവ് എൻ ഇന്റർവ്യൂ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ദ നെക്സ്റ്റ് വീക്ക് അല്ല, നെക്സ്റ്റ് വീക്ക്. ഇങ്ങനെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പല എക്സെപ്ഷൻസും ഉണ്ട്. അതും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മൺഡേ, നെക്സ്റ്റ് ഫ്രൈഡേ, ഇതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾ ഇല്ല. ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.